സ്കൂൾ വിദ്യാർത്ഥികളിൽ അന്വേഷണാത്മക ചിന്ത, കൂട്ടായ പ്രവർത്തനം, വിമർശനാത്മകത എന്നിവയിലൂടെ ഒരു ഇന്നൊവേഷൻ സംസ്കാരം വളർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് YAP ശാസ്ത്രപഥം. യഥാർത്ഥ ജീവിത പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ വിദ്യാർത്ഥി കൂട്ടായ്മകൾ സമർപ്പിക്കുന്നു. ഈ ഉദ്യമത്തിൽ സ്കൂൾ അധ്യാപകൻ, വിഷയവിദഗ്ധൻ, സാങ്കേതിക വിദഗ്ധൻ എന്നിവരടങ്ങുന്ന ഒരു ത്രയം മാർഗനിർദ്ദേശം നൽകുന്നു. വ്യത്യസ്തമായ പഠന മേഖലകൾ സമ്മേളിക്കുന്ന പ്രശ്നപരിഹാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിവിധ തലങ്ങളിലെ വിലയിരുത്തലുകൾ കഴിഞ്ഞ് സംസ്ഥാനതല വിജയികളാകുന്ന ടീമുകൾക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള ഫണ്ടോടുകൂടിയുള്ള അവസരവും നൽകുന്നു. എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. കേരളത്തെ പൊതുവിൽ വിജ്ഞാന സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പൊതു പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ഇളം തലമുറയെ തന്നെ പ്രതിഭാധനരാക്കി വളർത്തിയെടുക്കാനുള്ള നാളേക്കുള്ള വലിയൊരു നിക്ഷേപം കൂടിയാണ്. നൂതനാശയ വികസനത്തിനായുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ, അതാണ് ചുരുക്കപ്പേര് KDISC എന്ന നിലയിൽ അറിയപ്പെടുന്നത്, അതിൻ്റെ മുൻനിര പദ്ധതിയാണ് യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം. സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശക സമിതിയായ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISCും പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി സ്കൂളിനെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരള അഥവാ SSKയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് YAP ശാസ്ത്രപഥം നടത്തുന്നത്. KDISCിൻ്റെ സമഗ്രമായ ഇന്നൊവേഷൻ പദ്ധതികൾ ഒറ്റനോട്ടത്തിൽ പ്രൈമറി ക്ലാസുകളിൽ വ്യത്യസ്തമായും എക്സ്പെരിമെൻ്റലായും ശാസ്ത്രം പഠിപ്പിക്കുന്ന പരിപാടിയാണ് മഴവിൽ. അതുപോലെ തന്നെ ക്രിയേറ്റീവും ഇന്നൊവേറ്റീവുമായി ഗണിതം പഠിപ്പിക്കുന്ന പരിപാടിയാണ് മഞ്ചാടി. 8 മുതൽ 12 വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ശാസ്ത്രപഥം അഥവാ YAP ശാസ്ത്രപഥം. കേരളം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ആകുന്നതിൻ്റെ ഭാഗമായി 20 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കേരള നോളജ് എക്കണോമി മിഷൻ. നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പന്നത്തിലും പ്രക്രിയയിലും ഇന്നൊവേഷൻ കൊണ്ടുവന്ന് കേരള വികസനത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നു. ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാടിനെ പരിണമിപ്പിക്കാനും നിരവധി തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും ഇത് സഹായകമാകും. സർക്കാർ സ്കൂളുകൾ, പെൺകുട്ടികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരുടെ പങ്കാളിത്തം ഉയർത്തേണ്ടതും YAP ശാസ്ത്രപഥത്തിൻ്റെ ലക്ഷ്യമാണ്. വിദ്യാർത്ഥികളിൽ ഇന്നൊവേഷൻ സംസ്കാരം വളർത്തേണ്ട ഭാഗമായി റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗ് അഥവാ യഥാർത്ഥ ജീവിത പ്രശ്ന പരിഹാര നൈപുണ്യങ്ങൾ നേടുന്നതിലൂടെ അവർക്ക് മികച്ച തൊഴിലവസരങ്ങളും സംരംഭകത്വ ചിന്തകളും ഉളവാക്കുവാൻ സാധിക്കുന്നു. ഈ കാണുന്ന 30 വിഷയങ്ങളിലും കുട്ടികൾക്ക് പ്രശ്നപരിഹാരത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രോബ്ലം ഷെൽഫ് പ്രശ്നത്തെ പഠിച്ച് അതിന് പരിഹാരം നിർവഹിക്കുവാനും സാമൂഹിക സ്വാധീന വിവരിക്കുവാനും ആവശ്യപ്പെടുന്നു. YAP പോർട്ടൽ YAP സൈറ്റിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അധ്യാപകരുടെ മാർഗനിർദ്ദേശത്തോടുകൂടി ആശയസമർപ്പണം ഉറപ്പാക്കുക. വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നേടാനുള്ള പാത വളർത്തുന്നതിൽ നമ്മൾ എല്ലാവർക്കും പങ്കാളികളാകാം.